ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ 25-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും നമ്മുടെ ദൈവത്തിനടുത്തേക്ക് ഇന്നലേക്കാൾ ഒരു പടി കൂടി അടുത്ത് ചെല്ലുവാൻ സഹായിക്കുന്ന സമയമാണ് നോമ്പ്. ഇന്ന് നമുക്കൊരുമിച്ച് ധ്യാനിക്കുന്നതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യമാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. നോമ്പിൻ്റെ 25-ാം ദിവസത്തിലെ ധ്യാന വിഷയം ക്രൂശിതനിലേക്കുള്ള നോട്ടം അല്ലെങ്കിൽ ലുക്കിംഗ് ടു ദ ക്രോസ് എന്നതാണ്. നമുക്കൊരുമിച്ച് ആ ഗാഗുൽത്തായിലെ ക്രൂശിലേക്കൊന്ന് നോക്കാം. ആ കുരിശിൽ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. സ്വന്തമായി തല ചായ്ക്കാൻ ഒരിടമില്ലാതിരുന്നവൻ, സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു ജോഡി വസ്ത്രം പോലും പടയാളികളിൽ വീതിച്ചെടുത്തു. ചാട്ടവാറടിയുടെ പാടുകൾ നിറഞ്ഞ ശരീരം, മുറിവുകളിൽ നിന്നെല്ലാം രക്തം കിനിഞ്ഞിറങ്ങുന്നു. കവിളിൽ ചെകിട്ട തടിച്ച പട്ടാളക്കാരൻ്റെ വിരൽപ്പാടുകൾ തിണർത്ത് കിടപ്പുണ്ട്. അവൻ്റെ തലയിൽ ഒരു മുൾ കിരീടമുണ്ട്. ആ മുള്ളുകൾ കൊണ്ടുണ്ടായ മുറിവുകളിൽ നിന്ന് വാർന്ന രക്തം കട്ട പിടിച്ച മുഖം. ആ കുരിശു ചുമന്ന് മലമുകളിൽ കയറിയപ്പോൾ വീണു മുറിഞ്ഞ കൈകാലുകൾ. അവൻ്റെ തലയ്ക്ക് മീതെ നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി വെച്ചിട്ടുമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ആ കുരിശിനടുത്തേക്ക് ചെന്ന് നോക്കാം. ആ കുരിശിലേക്ക് പലരും നോക്കുന്നുണ്ട്. അവരുടെ മനോഭാവം എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യമായി ഈ കുരിശിലേക്ക് അല്ലെങ്കിൽ ക്രൂശിതനെ നോക്കുന്ന വഴിപോക്കരുടെ മനോഭാവം നമുക്ക് ശ്രദ്ധിക്കാം. ഈ നസ്രായനായ യേശു അപ്പനായ യോസേഫിനെ പോലെ നല്ലൊരു തച്ചനായിരുന്നു. 10-30 വയസ്സ് വരെ അവൻ വീട്ടിൽ അപ്പനോടൊപ്പം പണിയെല്ലാം ചെയ്യുമായിരുന്നു. മോശയുടെ നിയമമെല്ലാം നന്നായി അറിയുന്ന, നല്ല സ്വഭാവമുള്ള, മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. സിനഗോഗിലെല്ലാം നന്നായി പ്രസംഗിക്കുമായിരുന്നു. പിന്നെ കേട്ടു ഏതോ ഒരു സംഘത്തിൻ്റെ ലീഡറായി എന്ന്. പലരെയും സഹായിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ടെന്നോ, കുരുടന്മാർക്കും മുടന്തന്മാർക്കും സൗഖ്യം നൽകിയെന്നോ, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകിയെന്നോ, മരിച്ചവരെ ഉയർപ്പിച്ചെന്നോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പള്ളിപ്രമാണികളെ അവനത്ര പിടിക്കില്ലായിരുന്നു. നേതാക്കളെ നോക്കി ഭയമില്ലാതെ തെറ്റുകൾ അവൻ വിളിച്ചു പറയുമായിരുന്നു. അവൻ്റെ കൂട്ടുകാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചുങ്കക്കാരനായ സക്കായിയും ലേവിയും പിന്നെ കുറേ മുക്കുവരും പാപികളും എല്ലാമായിരുന്നു. ഇഷ്ടം തന്നെ, എന്തു പറയാനാ. പാവങ്ങളെ സഹായിച്ചാലും രോഗികളെ സൗഖ്യമാക്കിയാലും നേതാക്കന്മാരുടെ പ്രീതി പിടിച്ചു പറ്റാനായില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കണ്ടില്ലേ ആയുസ്സെത്താതെ ഈ ശാപമരത്തിൽ തൂങ്ങേണ്ടി വന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ആ കുരിശിനടുത്തേക്ക് നീങ്ങി നിൽക്കാം. അതാ അവിടെ പടയാളികളും പരീശന്മാരും ന്യായശാസ്ത്രിമാരും എല്ലാം കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവരുടെ നോട്ടവും ആ ക്രൂശിലേക്ക് തന്നെയാണ്. അവരുടെ മനോഭാവം എന്താണെന്നൊന്ന് നോക്കിയാലോ. നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു യുവാവായിരുന്നു. ന്യായപ്രമാണത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അനുസരിക്കാൻ ഇച്ചിരി മടിയായിരുന്നു. രോഗികളെ സൗഖ്യമാക്കാൻ ശബത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അവൻ അന്ന് തന്നെ അത് ചെയ്യണം. ശുദ്ധിയില്ലാത്ത കൈകൊണ്ട് ഭക്ഷിക്കും. പാപികളും ചുങ്കക്കാരുമായാണ് നടപ്പ്. ഈ സിനഗോഗിനു വേണ്ടി പെടാപ്പാട് പെടുന്ന ഞങ്ങളെ അവന് കണ്ണിന് പിടിക്കത്തില്ല. വെള്ളത്തേച്ച കുഴിമാടങ്ങൾ, അണലി സന്തതി, പിന്നെ എന്തൊക്കെയാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഒടുവിൽ ഒരു ദൈവദൂഷണവും, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന്. എത്ര വലിയ പ്രവാചകന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന്. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയുന്നു അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് പോലും. എന്തൊക്കെയോ ചെപ്പടി വിദ്യകൾ കാണിച്ച് ആരൊക്കെയോ സൗഖ്യമാക്കിയതല്ലാതെ അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നുവെങ്കിൽ ഈ കുരിശിലിങ്ങനെ കിടക്കുമായിരുന്നോ? അവനിപ്പോൾ സ്വന്തമായി ഒന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടോ? ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇതെല്ലാവർക്കും ഒരു ഗുണപാഠമായിരിക്കട്ടെ. നമുക്കിനി അല്പം കൂടെ ആ കുരിശിൻ്റെ അടുത്തേക്ക് വരാം. ആ കുരിശിൻ്റെ ചുവട്ടിൽ ആ ചെറുപ്പക്കാരൻ്റെ അമ്മയുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ അരുമ ശിഷ്യനുമുണ്ട്. 3-3.5 വർഷത്തോളം അവനെ അനുഗമിച്ച സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്.
നമുക്ക് അവരുടെ മനോഭാവം എന്താണെന്ന് നോക്കാം. ആ കുരിശിൽ കിടക്കുന്നത് തങ്ങളെ രക്ഷിക്കാൻ വന്ന, തങ്ങൾക്ക് വേണ്ടി ദൈവം അയച്ച മെശിഹ ആണെന്ന പൂർണ്ണ ബോധ്യമുള്ളവരാണ് അവർ. അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ചാട്ടവാറടികൾ, തലയിലെ മുൾക്കിരീടം, സഹിച്ച അപമാനങ്ങൾ എല്ലാം തങ്ങൾക്ക് പകരമാണ് അവനേറ്റത്. നമ്മുടെ പാപങ്ങളാണ് അവനെ കുരിശിൽ തൂങ്ങാൻ നിർബന്ധിച്ചത്. നമ്മോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് ആ ക്രൂശും ക്രൂശിതനും. ഈ ചിന്തയോടും ധ്യാനത്തോടും കൂടിയാണ് അവർ ആ ക്രൂശിലേക്ക് നോക്കുന്നത്. ഈ നോമ്പുകാലത്ത് ഈ കുരിശിനെ അല്ലെങ്കിൽ ക്രൂശിതനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? എങ്ങനെയാണ് നാം കുരിശിലേക്ക് നോക്കുന്നത്? എങ്ങനെയാണ് നോക്കേണ്ടത്? നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, നമ്മുടെ രക്ഷയ്ക്കായി ഈ കുരിശും ക്രൂശിതനുമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന ഉത്തമ ബോധ്യത്തോടെ നാം ആ കുരിശിലേക്ക് നോക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇന്നത്തെ 1-ാം പാഠഭാഗത്തിലും നാം കേട്ടത് ഇത് തന്നെയാണ്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പാപം ചെയ്ത അല്ലെങ്കിൽ ദൈവത്തിനെതിരെ പിറുപിറുത്ത ഇസ്രായേൽ മക്കളെ ശിക്ഷിക്കാനായി ദൈവം അഗ്നിസർപ്പങ്ങളെ മരുഭൂമിയിലേക്ക് അയക്കുന്നു. ഈ അഗ്നിസർപ്പങ്ങളുടെ ദംശനമേറ്റ ഓരോരുത്തരും അവിടെ മരിച്ചു വീഴുന്നു. എന്നാൽ മോശ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുവാൻ യഹോവ പറയുന്നു. പിന്നെ സർപ്പം ആരെങ്കിലും കടിച്ചിട്ട് അവൻ ആ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ആ ഒരു അവസ്ഥയിൽ താമ്ര സർപ്പത്തെ നോക്കുക എന്നല്ലാതെ ഇസ്രായേൽ മക്കൾക്ക് രക്ഷപ്പെടുവാൻ യാതൊരു വഴിയുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ ആ കൊടിമരത്തിലെ സർപ്പത്തെ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ നോക്കിയവരെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു. ഇന്നത്തെ പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിച്ചു, മോശയാൽ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി തൻ്റെ ക്രൂശ് മരണത്തിൻ്റെ സ്ലീബായെ ദൃഷ്ടാന്തമാക്കിയതുപോലെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ നിൻ്റെ സ്ലീബായുടെ അടയാളം എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ എന്ന്. മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിച്ചള സർപ്പം ക്രൂശിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു. അന്ന് ആ സർപ്പത്തെ നോക്കിയവർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നതുപോലെ ഇന്ന് ക്രൂശിതനിലേക്കും കുരിശിലേക്കും നോക്കുമ്പോൾ നമ്മുടെ കടും ചുവപ്പായ പാപങ്ങളെപ്പോലും ഹിമം പോലെ വെണ്മയുള്ളതാക്കി നമ്മെ ജീവനിലേക്ക് നയിക്കാൻ അവന് സാധിക്കും. പക്ഷേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നാം ആ ക്രൂശിതനെ ധ്യാനിക്കണം. അവനിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയണം. രണ്ടാമതായിട്ട്, ആ ക്രൂശിതനെ ധ്യാനിക്കുമ്പോൾ അവനിൽ പൂർണ്ണമായി വിശ്വസിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് തന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരെ രക്ഷിക്കേണ്ടതിന് തന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായി അവർക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിന് തൻ്റെ ഏകജാതനായ പുത്രനെ പിതാവ് ഈ ലോകത്തിലേക്ക് അയക്കുന്നു. ഈ പുത്രൻ നമ്മെ നമ്മുടെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയുമെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കണം. പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം തിരിച്ചറിയണം. നമുക്ക് വേണ്ടി തൻ്റെ മകനെ മരണത്തിന് ഏൽപ്പിച്ച ആ പിതാവിലും നമുക്ക് വേണ്ടി മരിച്ച ആ പുത്രനിലും നാം പൂർണ്ണമായി വിശ്വസിക്കണം. ഈ വിശ്വാസത്തോടു കൂടിയായിരിക്കണം ഈ നോമ്പിൽ നാം കുരിശിലേക്ക് നോക്കുന്നത്. ഇതാണ് നോമ്പിൻ്റെ അന്തസത്ത. മൂന്നാമതായി, ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. എന്താണ് കുരിശിൻ്റെ ശക്തി? ഒന്നാമതായി, ഈ കുരിശ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 8-ഉം 10-ഉം വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നുവെന്ന്. മാത്രമല്ല, നമ്മിൽ പാപമില്ല എന്ന് നാം പറയുമ്പോൾ നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നു. നാം എല്ലാവരും പാപികളാണ്. എന്നാൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കുവാൻ ക്രിസ്തു എന്ന കുഞ്ഞാട് ഈ കുരിശിൽ ചിന്തിയ നിർദോഷവും നിഷ്കളങ്കവുമായ രക്തത്തിന് മാത്രമേ സാധിക്കൂ. ഈ കുരിശിലെ മരണത്തിലൂടെയാണ്
പിശാചിൻ്റെ അധീനത്തിലായിരുന്ന ലോകത്തെ ദൈവം സ്വതന്ത്രമാക്കിയത്. രണ്ടാമതായി, യേശുവിൻ്റെ കുരിശ് നമ്മെ നീതീകരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഇങ്ങനെ പാപത്തിൻ്റെ അധീനതയിലായിരുന്ന നമ്മെ നീതിബോധത്തിലേക്ക് നയിക്കുവാനായി നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നുമിരിക്കുന്നു. അവൻ ക്രൂശിൽ രക്തം ചിന്തിയത് നമ്മെ നീതിയിലേക്ക് നയിക്കാനായിരുന്നു. മൂന്നാമതായി, യേശുവിൻ്റെ കുരിശ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഉറപ്പാണ്. പൗലോസ് റോമർക്ക് എഴുതിയ തൻ്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഇത് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലും നാം കാണുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ സ്നേഹമാണ് കുരിശ് നമുക്ക് തരുന്ന ഉറപ്പ്. ഈ ദൈവസ്നേഹമാണ് കുരിശിലേക്ക് നോക്കുമ്പോൾ നാം ഉറപ്പിക്കേണ്ടത്. നമുക്ക് വീണ്ടും ആ ഗാഗുൽത്ത മലയിലെ കുരിശിൻ്റെ അടുത്തോട്ട് പോകാം. ആ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ചെറുപ്പക്കാരന് നമ്മോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. സഹോദര, സഹോദരി, നിന്നെ വീണ്ടെടുക്കുവാനാണ് ഞാൻ ഈ കുരിശിൽ തൂങ്ങിയത്. നിൻ്റെ പാപങ്ങളുടെ കുരിശ് ചുമന്നാണ് ഞാൻ ഈ മല കയറിയത്. നിനക്ക് ജീവൻ നൽകാനാണ് ഞാൻ എൻ്റെ രക്തം ഈ കുരിശിൽ ചിന്തിയത്. ഇനി നീ ജീവിക്കണം. ഞാൻ നിനക്ക് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, ക്ഷമയുടെ വഴിയിലൂടെ നീ നടക്കണം. എൻ്റെ പിതാവ് എൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി തന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറാകണം. അനാഥരെ ചേർത്ത് പിടിക്കണം. പാപികളെ നേർവഴിയിലേക്ക് നയിക്കണം. ദുഃഖിതർക്ക് ആശ്വാസമാവണം. വിശക്കുന്നവർക്ക് ഭക്ഷണവും നഗ്നർക്ക് ഉടുപ്പും നിങ്ങളിലൂടെ ലഭിക്കണം. ഇങ്ങനെ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് ഈ ലോകം നിങ്ങളുടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാരണം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഈ നോമ്പിൽ കുരിശിലേക്ക് നോക്കി ക്രൂശിതനെ ധ്യാനിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലൊരു ജീവിതം നയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.